പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പതിവായി നടത്തിവരുന്ന നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ദൈവവചനത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം സംസാരിക്കേണ്ടതിനായി കർത്താവ് ഒരുക്കി തന്ന സാവകാശത്തിനും സമയത്തിനുമായി കർത്താവിനെ അത്യധികമായി സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇങ്ങനൊരു അവസരം നിത്യജീവ മൊഴികൾ പ്രസംഗ പരമ്പരയിൽ പ്രസംഗിക്കുവാൻ അവസരമൊരുക്കി തന്ന JCNDSD ഗ്രൂപ്പിൻ്റെ ബഹുമാന്യ അഡ്മിന്മാരായ കർത്തൃദാസന്മാർക്കും ഈ ഗ്രൂപ്പിൽ നിരന്തരമായി പ്രസംഗിച്ചു വരുന്ന പ്രസംഗങ്ങളെ ശ്രവിക്കുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാന്യ ശ്രോതാക്കളെ കർത്താവായ യേശു ക്രിസ്തു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പും തുടർന്ന് പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വന്ന് JCNDSD യൂട്യൂബ് ചാനൽ, JCNDSDയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ 3-4 വർഷങ്ങളായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാൽ യെരുസലേമിൽ സ്ഥാപിതമായ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായ ദൈവത്തിൻ്റെ ഏകത്വം, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടി യെരുസലേമിൽ പത്രോസിൻ്റെ കന്നിപ്രസംഗത്തിൽ ആരംഭിച്ച പാപമോചനത്തിൻ്റെ സ്നാനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള മുഴുകൽ ജലസ്നാനം, അപ്പോസ്തലന്മാരുടെ ദൈവസഭയ്ക്കായി നൽകപ്പെട്ട ഉപദേശങ്ങൾ, യഥാർത്ഥ സത്യസഭ അനുഷ്ഠിച്ചു വന്നിരുന്ന ദൈവവചന പ്രകാരമുള്ള ശുശ്രൂഷകൾ, ഇവയൊക്കെയും അപ്പോസ്തലന്മാർ ഏത് പ്രകാരം അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വന്നിരുന്നുവോ അതൊക്കെയും അപ്രകാരം തന്നെ ചെയ്യുകയും പ്രസ്താവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ആത്മീയ ഗ്രൂപ്പാണ് JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം, ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെൻറ്റ് സാൽവേഷൻ ഡോക്ട്രിൻ. ഇതിനോടകം 2400-ലധികം ഓഡിയോ വീഡിയോകൾ JCNDSDയുടെ വാട്സാപ്പ് യൂട്യൂബ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ശ്രവിക്കുവാൻ കഴിയും. ഇതിനോടകം ധാരാളം ആളുകൾ ഇതര ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നും പട്ടത്ത സഭകളിൽ നിന്നും പെന്തക്കോസ്തൽ വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഇന്ത്യയിൽ എമ്പാടും കേരളത്തിലും ധാരാളം ആളുകൾ ഈ യഥാർത്ഥ ഉപദേശത്തിലേക്ക് കടന്നു വരികയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അതിന് ചിലതിൽ കാർമ്മികത്വം വഹിക്കുവാനും എളിയവന് ദൈവം ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ രാത്രിയിൽ ദൈവമുമ്പാകെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഈ രാത്രിയിലെ ഒരു ചെറിയ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ കുറിവാക്യമായി വായിച്ച് അല്പം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ടെയിൻ, മലയിലെ പ്രസംഗം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു യഥാർത്ഥ മനുഷ്യൻ, ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ അവൻ്റെ സാമൂഹിക കുടുംബ മണ്ഡലങ്ങളിൽ പെരുമാറി പ്രവർത്തിക്കേണ്ടുന്നതായ ജീവിത രീതിയെ സംബന്ധിച്ച്
ദൈവത്തോടുള്ള ബന്ധത്തെ സംബന്ധിച്ച്, പ്രാർത്ഥനയെ സംബന്ധിച്ച്, വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് ധാരാളമായ പ്രോത്സാഹനജനകമായ ഉപദേശങ്ങളാൽ സമ്പുഷ്ടമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ ദിവസം മത്തായിയുടെ സുവിശേഷം 7:7 നാം ഇങ്ങനെ വായിക്കുന്നു: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷവും അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നമുക്ക് യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ ഇങ്ങനെ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് കാണുവാൻ കഴിയും. ഇവിടെ നമ്മളിങ്ങനെ വായിച്ചത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്നാണ്. എന്നാൽ നാം ഇതിൻ്റെ ഇംഗ്ലീഷിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ യാചിപ്പിൻ എന്നുള്ള പദം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ആസ്ക് യു ഷാൽ റിസീവ് എന്നാണ്, ചോദിക്കുക എന്നാണ് പറയുന്നത്. വിശുദ്ധ പൗലോസിന്റെ റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാണ് എന്നാണ്. അപ്പോൾ ഏദൻ പറുദീസയിൽ ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും താൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ലൂക്കോസ് 3:38 പറയുന്നു, ആദാം ദൈവത്തിൻ്റെ മകൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ രൂപത്തിൽ ഏദൻ പറുദീസയിൽ ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ആദാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ്റെ പിതാവായിരുന്നു. എന്നാൽ കാര്യങ്ങൾ വളരെ വേഗം തകിടം മറിഞ്ഞു. ദൈവം അരുതെന്ന് കൽപ്പിച്ച കനി ഭക്ഷിക്കുക വഴി ദൈവത്തോടുള്ള നിഷേധം നിമിത്തം ദൈവത്തെ നിഷേധിച്ച് അനുസരണക്കേട് കാട്ടി ആദാം പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ നിന്ന് ദാസനായി അധപ്പതിച്ചു. പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് ദൈവപുത്രന്റെ വീഴ്ചയോടുകൂടി നമുക്കറിയാം, ദൈവം ആദാമിനെയും ഹവ്വയെയും തൻ്റെ തോട്ടമായ ഏദനിൽ നിന്ന് പുറത്താക്കി. എന്നാൽ പുറത്താക്കപ്പെട്ട അവരെ സംബന്ധിച്ചിടത്തോളം കരുതലില്ലാത്ത, അവരെ എന്നേക്കുമായി മറന്നു കളയുന്ന ഒരുവനല്ല അവരുടെ പിതാവായ ദൈവം. അവിടെയാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രി പ്രത്യാശ ശേഷിക്കുന്നത്. ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അവർക്കായി ദൈവം ഒരു സ്ത്രീയുടെ സന്തതിയെ വാഗ്ദത്തം ചെയ്തു. തൻ്റെ സ്വന്തം കരവേലകളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഉദ്ധരിക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി ഒരുവന്റെ വരവിനെ കുറിച്ച് അല്ലെങ്കിൽ മെസ്സിഹ പ്രവചനത്തെ പ്രസ്താവിച്ചുകൊണ്ടാണ് ആദവും ഹവ്വയും ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ സ്ത്രീയുടെ സന്തതി എന്ന് വെച്ചാൽ അത് ദൈവം തന്നെയാണ്. കാരണം യാതൊരു സ്ത്രീക്കും സ്വന്തമായ സന്തതിയില്ല. കാരണം പുരുഷ ബീജത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പുരുഷ ക്രോമോസോമിൽ നിന്നാണ് ഒരു കുഞ്ഞ് പിറക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമാണ് സകല മനുഷ്യരുടെയും സൃഷ്ടികർത്താവായ ദൈവം. ദൈവത്തിൽ 2 സ്വഭാവങ്ങളുണ്ട്, ഫെമിനിൻ, മസ്കുലിൻ. ഈ 2 സ്വഭാവങ്ങളും ദൈവത്തിലുണ്ട്. ദൈവം നമ്മുടെ അമ്മയാണ്, അപ്പനാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം പുത്രത്വത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരേണ്ടതിന് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായി മനുഷ്യൻ അർപ്പിക്കേണ്ടുന്ന ബലികളെ, ന്യായപ്രമാണത്തെ, പാപപരിഹാര ആവശ്യങ്ങളെ, ബലികളെ, പ്രായശ്ചിത്തത്തെ മനുഷ്യനെ കൊടുക്കുകയാണ് പിന്നീട് നാം മോശമുഖാന്തരം നൽകപ്പെട്ട ന്യായപ്രമാണത്തിലൂടെ കാണുന്നത്. എന്നാൽ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത്, ന്യായപ്രമാണത്തിൽ പാപത്തിൽ നിന്നും ഒരു പരിപൂർണമായ വിടുതൽ, മോചനമില്ല. ന്യായപ്രമാണത്തിൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എത്ര വരുന്നതെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു.
ഇപ്പം ന്യായപ്രമാണം പറയുന്നത് നാം പാപികളാണ് എന്നുള്ളതാണ്. സോ ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവത്തിൽ നീതീകരിക്കപ്പെടുകയില്ല എന്നും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരു യാഗം അർപ്പിക്കേണ്ടതിനെത്രയെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ പറയുന്നുണ്ട്. സോ അങ്ങനെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മനുഷ്യനെ വീണ്ടും ദൈവത്തിൻ്റെ പുത്രന്മാരുടെ സ്ഥാനത്തേക്ക് ഉയർത്തേണ്ടതിന്, മനുഷ്യനെ വീണുപോയ സ്ഥിതിയിൽ നിന്നും പുത്രത്വത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതിന്, വീണ്ടെടുത്ത് പുത്രന്മാരാക്കേണ്ടതിന്, മനുഷ്യന് അവൻ്റെ പാപത്തെ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന ഒരു അബ്സല്യൂട്ട് ഒരു വിടുതൽ, ഒരു പരിപൂർണമായ വിടുതൽ, ഒരു പരിപൂർണമായ പ്രായശ്ചിത്തം, ഒരു പ്രോപ്പിറ്റേഷൻ ആവശ്യമായിരിക്കുന്നു എന്നറിഞ്ഞ ദൈവം, യാതൊരു മനുഷ്യനും അത് കഴിയുകയില്ല എന്ന് അറിയാമായിരുന്ന ദൈവം സ്ത്രീയുടെ സന്തതിയായി വാഗ്ദത്തം ചെയ്ത ആ പ്രത്യക്ഷത, പ്രൈസ് ദി ലോർഡ്, ആ മെസ്സിഹ രക്ഷകൻ, ഹല്ലേലൂയ, കാലസമ്പൂർണതയിൽ അനേക പ്രവാചകന്മാരുടെ സംസാരിക്കപ്പെട്ട തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകൾ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി മരിച്ചു, തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവ് നമ്മളോട് പറയുകയാണ്, ആസ്ക് യു ഷൽ റിസീവ്, നോക്ക് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു, ആൻഡ് സീക്ക് യു വിൽ ഫൈൻഡ്. അന്വേഷിപ്പിൻ, ചോദിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും, മുട്ടുപിൻ, നിങ്ങൾക്കായി തുറക്കും, അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. സോ നാം മക്കളാണ് എങ്കിൽ ഈ അവകാശങ്ങൾക്ക് വേണ്ടി നാം യാചിക്കുകയല്ല വേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിച്ച പുത്രന്മാരും പുത്രിമാരുമാണെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ എവിടെയെന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ യോശുവ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഒരു വ്യക്തിയെ കാണാൻ കഴിയും. തൻ്റെ അവകാശം ചോദിച്ചു വാങ്ങുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ പേരാണ് അക്സ എന്നുള്ളത്. എന്താണ് അക്സയെ ഇത്തരത്തിൽ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ 16 മുതൽ വാക്യം വായിക്കുമ്പോൾ, ദെബീരിന്റെ പേർ മുമ്പേ കിരിയത്ത് സേഫോർ എന്നായിരുന്നു. കിരിയത്ത് സേഫോർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനേസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായിട്ട് കൊടുത്തു. അവൾ വന്നാറെ തൻ്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അക്സയുടെ ഭർത്താവിനെ കൊണ്ട് ഒരു നിലം ആവശ്യപ്പെടുവാൻ, ചോദിക്കുവാൻ വേണ്ടി തൻ്റെ ഭർത്താവിനെ കൊണ്ട് കാലേബിനോട് ചോദിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു, അല്ലെങ്കിൽ ചോദിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലേബ് തൻ്റെ മകളായ അക്സയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണം? ഹല്ലേലൂയ. അപ്പോൾ അക്സ പറയുകയാണ്, എനിക്ക് ഒരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളെയും കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തൻ്റെ ആഗ്രഹപ്രകാരം മനുഷ്യനായ, തൻ്റെ അപ്പനായ ഒരു മനുഷ്യനായ കാലേബ് അവൾ ആവശ്യപ്പെട്ടത് കൊടുക്കുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബൈബിളിൽ പഴയ നിയമത്തിൽ നാം തൻ്റെ അപ്പനോട് അവകാശം ചോദിക്കുന്ന വ്യക്തിയായിട്ടാണ് അക്സയെ നാം അറിയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പിതാവ്, നമ്മുടെ ആത്മാവ് സംബന്ധിച്ച് നമ്മുടെ പിതാവ് കർത്താവാണ്. കർത്താവ് സകല സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും അധികാരിയായ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്.
നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുദ്ധാനം എന്നിവയിൽ താതാത്മ്യം പ്രാപിക്കേണ്ടതിന് നാം അവൻ്റെ മരണത്തിൽ അവനോടൊപ്പം മരിച്ച്, അവനോടൊപ്പം അടക്കപ്പെട്ട്, അവനോടൊപ്പം പുനരുദ്ധാനം ചെയ്ത് ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു പൊതുജീവിതം നയിക്കുവാൻ സമർപ്പിതരായി നാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം സ്നാനമേറ്റ് നാം പാപസംബന്ധമായ നമ്മുടെ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോടുകൂടി, വിചാരങ്ങളോടുകൂടി നാം യേശു ക്രിസ്തുവിനോട് ക്രൂശിൽ തറക്കുകയും അങ്ങനെ നാം പാപസംബന്ധമായി മരിച്ചു എന്നുള്ള പ്രഖ്യാപനം പരസ്യമായി നടത്തിക്കൊണ്ട് നമ്മളുടെ പാപിയെ വെള്ളത്തിൽ അടക്കം ചെയ്ത് യേശുക്രിസ്തുവിനോട് അടക്കപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായി നാം വെള്ളത്തിൽ നിന്ന് ഒരു പുതിയ ജീവൻ ജീവിക്കുവാനുള്ള പ്രതിഷ്ഠയോടും പ്രതിജ്ഞയോടും കൂടി വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ നാം തിരുവെഴുത്തുകളുടെ വാഗ്ദത്തത്തിൻ പ്രകാരം സ്വർഗത്തിന് അവകാശികളായി തീർന്നു. ദൈവത്തിൻ്റെ മക്കളായി നാം പുനഃസ്ഥാപിക്കപ്പെട്ടു. നമ്മെ ദൈവം ക്രിസ്തുവിൽ നമ്മെ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് ഓഹരിക്കാരാക്കി യഥാസ്ഥാനപ്പെടുത്തി എന്ന് വിശുദ്ധ വേദപുസ്തകം എഫേസ്യ ലേഖനത്തിലൂടെ കർത്താവിൻ്റെ ദാസൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എഫേസ്യർ 1-ലും 2-ലും 3-ലും 4-ലും പ്രസ്താവിക്കുന്ന യഥാസ്ഥാപനത്തിൻ്റെ മർമ്മങ്ങൾ മുഴുവനും നമുക്ക് കൊളോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ എന്നിലൂടെ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് ഈ രാത്രിയിൽ എനിക്ക് പറയുവാനുള്ളത്, നാം വിശ്വാസത്താൽ പ്രാർത്ഥനയിൽ ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗത്തിലെ നമ്മുടെ പിതാവ് നൽകും എന്നുള്ള വാഗ്ദത്തം നമുക്കുണ്ട്. ഈ വാഗ്ദത്തങ്ങൾക്ക് ദൈവം ഒരു ഉദാഹരണം നമ്മുടെ കർത്താവ് നൽകുന്നത് നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. കർത്താവ് ഈ അധ്യായത്തിൽ ഒരു ഉപമ നമ്മോട് പറയുകയാണ്. ആ ഉപമയിൽ നമുക്ക് ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്, ചോദിക്കുവിൻ, മുട്ടുക, അന്വേഷിക്കുക, ഇവിടെ ഇതെല്ലാം നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. നമുക്ക് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും, ദൈവത്തെ ഭയവും ഇല്ല, മനുഷ്യരെയും പേടിയില്ല, പക്ഷേ യെറ്റ് ഹീ ഈസ് കോൾഡ് എ ജഡ്ജ്. അദ്ദേഹം എന്നിട്ടും ഒരു ന്യായാധിപൻ എന്ന് പറയും. നമുക്കറിയാം, ന്യായാധിപൻ എന്ന വാക്ക് ന്യായം അല്ലെങ്കിൽ നീതി നടത്തി കൊടുക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ജഡ്ജിയാണ് അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ ആ പദവിയുടെ നിർവചനം നീതിയോടെ വിധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇന്നത്തെ ന്യായാധിപന്മാരും ഇന്നത്തെ ഭരണാധികാരികളും നമ്മുടെ മുമ്പിലേക്ക് തെള്ളിക്കയറി വരും. കാരണം ഇവരെല്ലാം ഈ ഒരു വ്യക്തിയുടെ നിഴലുകളായി ഇന്ന് സമൂഹത്തിലുണ്ട്. നമ്മുടെ രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ഇത്തരത്തിൽ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വ്യക്തിയും ഇങ്ങനത്തെ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തെ ഭയവുമില്ല, മനുഷ്യരെയും ശങ്കയുമില്ല, മനുഷ്യരെയും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ നിരന്തരമായി ദൈവത്തോട് മുട്ടിക്കൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പല പ്രാർത്ഥനയ്ക്കും നമുക്ക് ഉടനടി ഉത്തരം ലഭിക്കാറില്ല. ഇനി ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളും നമുക്കുണ്ട്. എന്നാൽ നാം ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നാം ചോദിക്കുന്ന ഏതൊരു കാര്യത്തിനും ദൈവത്തിൻ്റെ സമയത്തിൽ മറുപടിയുണ്ട്. ആ മറുപടി നമുക്ക് സ്വീകരിക്കേണ്ടതിന് വേണ്ടി ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാം. അല്ലെങ്കിൽ നാം എല്ലാവരും പലപ്പോഴും ചെയ്യുന്നത് പോലെ ദൈവപ്രവൃത്തിക്ക് അടുത്ത് എത്താറാകുമ്പോൾ നിരാശപ്പെട്ട് മടങ്ങുന്ന അവസ്ഥയാണ് അധികം പേർക്കുള്ളത്. ഒരല്പം കൂടി കാത്തിരുന്നാൽ നമ്മുടെ പ്രാർത്ഥന വിഷയം ദൈവത്തിൻ്റെ സമയത്തിങ്കൽ പരിഹരിക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ വരുമായിരുന്നു. എന്നാൽ ദീർഘനാളത്തെ അപേക്ഷകൾക്ക് ശേഷം നാം അടുത്ത് പിന്മാറുമ്പോൾ നാം
നമ്മുടെ ഉത്തരത്തിനടുത്തെത്തി നാം തിരിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി നാം കാണാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആ പട്ടണത്തിലൊരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീക്കൊരു പരാതിയുണ്ട്. ഈ പരാതി ഈ ന്യായാധിപന്റെ അടുക്കൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, നിരന്തരമായി ഈ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ ആവശ്യം ഉന്നയിച്ച് നിരന്തരമായി സന്ദർശിക്കുന്നുണ്ട്. തൻ്റെ പ്രതിയോഗി, തന്നെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിക്ക് എതിരായി എനിക്ക് എൻ്റെ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകണം എന്ന് ഈ ന്യായാധിപനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം, ഈ വ്യക്തി മനുഷ്യരെയോ ദൈവത്തെയോ ഭയമില്ലാത്ത വ്യക്തിയാണ്. ആരുടെയും കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അലസനാണ്, മടിയനാണ്, ധിക്കാരിയാണ്. തൻ്റെ പദവിക്ക് ഒട്ടും യോജിക്കാത്ത സ്വഭാവമുള്ള വ്യക്തിയാണ്. എന്നാൽ ഈ വിധവ ഈ ന്യായാധിപന്റെ അടുക്കൽ നിരന്തരമായി അനേക ഒരുപക്ഷെ നാളുകളായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ പതിവായി പോയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്നാൽ ഇവിടെ വായിക്കുന്ന അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു ഈ കാര്യത്തെ, ഈ കേസ് എടുക്കാൻ, ഇതൊന്ന് പരിശോധിക്കാൻ, പ്രതിയോഗിയെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി ഈ സ്ത്രീക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കുന്ന കാര്യത്തിൽ ഒന്നും യാതൊരുവിധ പ്രാഥമികമായി പോലും ഒരു അന്വേഷണം നടക്കാതെ അതിനെ നിസ്സാരമായി അവഗണിച്ചു കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. എന്നാൽ ഒരു ദിവസം ഈ മനുഷ്യൻ, ഈ ന്യായാധിപൻ എന്ന് പറയുന്ന ഈ വ്യക്തി, ന്യായാധിപൻ എന്ന് ഞാൻ പറയുകയില്ല, ഇവിടെ പറയുന്ന പ്രകാരമാണ് അയാൾ ന്യായാധിപനല്ല, ന്യായാധിപനായിരിക്കാൻ യോഗ്യനല്ല. എങ്കിലും കർത്താവിനെ ന്യായാധിപൻ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ന്യായാധിപനായ വ്യക്തി ചില നാളുകൾക്ക് ശേഷം ഇപ്രകാരം ചിന്തിച്ചു: എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല. ഹല്ലേലൂയ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നിരൂപണം, തന്നെക്കുറിച്ച് തന്നെയുള്ള നിരൂപണം നമ്മൾ മുകളിൽ കർത്താവിൻ്റെ വാക്കുകളിൽ കേട്ട അതേ കാര്യം തന്നെയാണ്. ദൈവത്തെ ഭയവുമില്ല, മനുഷ്യരെ പേടിയുമില്ല. എങ്കിലും ഈ വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിരന്തരമായ ശല്യം, നിരന്തരമായ ആവശ്യം, നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അരളിയ നിമിത്തമുള്ള അസഹ്യത നിമിത്തം അയാൾ തീരുമാനിക്കുകയാണ്, ഞാൻ എഴുന്നേറ്റ് അവൾക്ക് നീതി നടത്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും ഉദാത്തമായ, ഉത്തമമായ ഒരു മാതൃകയാണ് നാം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന ഏത് വിധമായിരിക്കണം. മടുത്തു പോകാതെ നിരന്തരമായി നാം പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ പല ആവശ്യങ്ങൾക്കും ടൈം ബൗണ്ട് ആയിട്ടാണ് നമ്മൾ ആ പ്രാർത്ഥന ദൈവം മുമ്പാകെ വെക്കുന്നത്. നമുക്കൊരു ആവശ്യം നിറവേറ്റണമുണ്ട്, ഇത്ര രൂപ ആവശ്യമുണ്ട്, അതിലൊരു ഒരു കേസ് തീർപ്പാക്കാനുള്ള കാശ് കെട്ടിവെക്കേണ്ട അവസാനത്തെ തീയതിയായിരിക്കാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ കർത്താവ് ഇതാണ്, ഈ ദിവസം പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലെന്ന് നമ്മൾ ദൈവത്തിന് മുമ്പാകെ പറയാൻ ശ്രമിക്കരുത്. കാരണം ദൈവം നമ്മളുടെ രീതിയിലല്ല പ്രതിക്രിയ ചെയ്യുന്നത്. കർത്താവിൻ്റെ വഴികൾ മനുഷ്യന് അസാധ്യമായ വഴികളാണ്. കർത്താവ് വെളിപ്പാട് ദിവസം പറയാണ്, ഇതാ എനിക്ക് മുമ്പ് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും. ആർക്കും അടയ്ക്കാത്ത ഒരു വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാം വിചാരിക്കുന്ന നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നാം വിചാരിക്കുന്ന വഴിയല്ല, അല്ലെങ്കിൽ നാം വിചാരിക്കുന്ന രീതിയിലല്ല. അതിന് ഏതാണ് പരിഹാരം, എങ്ങനെയാണ് അതിന് വഴി തുറക്കേണ്ടത്, എങ്ങനെയാണ് ആ പ്രശ്നം നമ്മുടെ മുമ്പിൽ സോൾവ് ചെയ്യേണ്ടത്, അതിലൂടെ ദൈവം എന്ത് ചെയ്യാനാണ് പോകുന്നത്, അതിലൂടെ ദൈവം നമ്മളെ സഹായിക്കാനാണ് പോകുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി തീർക്കുമോ, അത് നമ്മുടെ പ്രതിയോഗിയുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലാക്കി തീർക്കുമോ, നമ്മുടെ വിഷയത്തിന് ദൈവം ഒരു പ്രതിക്രിയ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രതിക്രിയയിൽ പലപ്പോഴും നമ്മൾ ആ സമയം വരെയും അതിനടുത്ത് വരുന്തോറും നമ്മൾ ആശങ്കയും ഭയവും ഉത്കണ്ഠയും നിമിത്തം ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാം എനിക്ക് വിരോധമായി സംഭവിക്കും എന്ന് പറഞ്ഞ് നാം പലപ്പോഴും നമ്മുടെ ആവശ്യത്തിൻ്റെ നടുവിൽ നിന്ന് നാം പിന്നോക്കം പോവുകയും നിരാശരായി വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നാം എബ്രായ ലേഖനം പഠിക്കുമ്പോൾ 11-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നല്ല. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് ദൈവത്തെ നാം പ്രാർത്ഥനയിൽ പ്രസാദിപ്പിക്കണം. കാരണം അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ സൃഷ്ടികർത്താവാണ്, അവൻ അസാധ്യമായ ഒരു കാര്യമില്ല.
ഇത് നാം വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാം വാക്കുകൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി, നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്നുള്ള നിലയിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരവയവത്തിൻ്റെ സാന്നിധ്യം പോലെ ആയിരിക്കണം ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വിധത്തിലുള്ള ശക്തിയേറിയ ഒരു പ്രചോദനമായി നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു നിർത്തണം. അങ്ങനെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വായിക്കുന്നു. നിരവധി സങ്കീർത്തനങ്ങളിൽ, ഞാൻ ഇന്ന് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അത്തരം ഭാഗങ്ങളിലേക്ക് കിടക്കുന്നില്ല, അന്വേഷണത്തെ സംബന്ധിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരികയില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. ജെറമിയ 33:3 ദൈവത്തിന്റെ ഫോൺ നമ്പർ എന്ന് പറയും, നീ എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിനക്ക് അഗോചരവും അപ്രാപ്യവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും, ഇരുട്ടിലെ ഗുപ്തമായ കാര്യങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി തരും, നീ അറിയാത്ത കാര്യങ്ങളെ ഞാൻ നിനക്ക് ഗ്രഹിപ്പിച്ചു തരും. അതിന് നമുക്ക് ആവശ്യം നാം ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ നാം ഇങ്ങനെ അന്വേഷിക്കണം, ഞാൻ എൻ്റെ സൃഷ്ടികർത്താവായ സകലത്തിൻ്റെ സൃഷ്ടികർത്താവായ ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ അവനെ പ്രസാദിപ്പിച്ച് അവൻ്റെ അടുക്കൽ വന്ന് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ, അവനെ തേടുമ്പോൾ ഞാൻ അവനെ കണ്ടെത്തും. അവൻ എൻ്റെ ഈ ആവശ്യങ്ങളെ നിവർത്തിക്കാൻ മതിയായവനാണ്, എനിക്ക് പ്രതിഫലം നിശ്ചയമാണ് എന്ന് ഉറപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ചില വിഷയങ്ങൾ നമുക്കുണ്ട്, അതിന് ദീർഘനാളത്തെ പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമായി വന്നേക്കാം. ദൈവത്തിൻ്റെ സമയം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ വിശുദ്ധ ലൂക്കായിലൂടെ നാം വായിച്ച ഈ തിരുവെഴുത്തിൽ ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഉദാഹരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, നാം എപ്രകാരം നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ അലളിയ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരായിരിക്കണം, മടുത്തു പോകാതെ ഉത്തരം കിട്ടും വരെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഞാൻ പറയുന്നത്, നാം എല്ലാം, പ്രത്യേകിച്ച് ഏക ദൈവവിശ്വാസികളായ ക്രിസ്ത്യാനികളായ നാം, എന്നെ കേൾക്കുന്നവർ യഥാർത്ഥമായും പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവന്റെ ഓഹരിക്കാരായി തീർന്നിട്ട് ഉണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും നമ്മുടെ സ്വന്തമാണ്. ആ വാഗ്ദത്തങ്ങൾ ആർക്കും തട്ടിയെടുക്കാൻ കഴിവുള്ളതല്ല. അങ്ങനെ നമുക്കായി നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നാം വാഗ്ദത്തങ്ങളുടെ ചെക്കെഴുതി ദൈവസനിൽ കൊടുക്കണം. ഇതാ അപ്പ, ഇതെന്റെ അവകാശമാണ്, ഞാൻ നിന്റെ മകനാണ്, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുക. ഹല്ലേലൂയ. അതിന് ദൈവം നിശ്ചയമായും മറുപടി നൽകുന്ന ദൈവമാണ്. പലപ്പോഴും നമുക്ക് അവൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കേണ്ടി വരാം. എന്നാൽ നാം മടുത്തു പോകരുത് എന്ന് ദൈവവചനം നമ്മളെ വളരെ ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മലയാള ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന ഈ യാചിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം നമ്മുടെ മക്കൾ പോലും നമ്മളോട് കെഞ്ചി യാചിക്കുന്നത്, ഭിക്ഷക്കാരാണ് യാചിക്കുന്നത്. കാരണം അവകാശികൾ ഒരിക്കലും യാചിക്കുകയില്ല. എൻ്റെ അവകാശം എനിക്ക് വേണമെന്നാണ് അക്സ അവളുടെ അപ്പനോട് പറഞ്ഞത്. എനിക്ക് നീരുറവളെ തരണം, ഞാൻ നിന്റെ മകളാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നാം നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ആത്മാവ് സംബന്ധിച്ച് നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ അവകാശങ്ങളുടെയും അവകാശികളായ മക്കളാണ് നാം. അങ്ങനെ മക്കളായി നാം തീർന്നുവെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് നാം യോഗ്യരാണ്. ആ അവകാശങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ആ അവകാശങ്ങൾ അവൻ നമുക്ക് അവൻ്റെ സമയത്തെങ്കിൽ നമുക്ക് തരും. കാരണം അതാണ് ശരിയായിട്ടുള്ള സമയം. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള സമയത്തെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, വിശ്വസ്തയോടെ നിൽക്കുവാൻ ഇന്ന് രാത്രിയിൽ നാം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിലെ വിശുദ്ധ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിനെ കേൾക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അവകാശങ്ങൾ വ്യവസ്ഥ പ്രകാരം പുത്രത്വത്തിലേക്ക് മടങ്ങി വന്നിട്ട് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് അറിയിച്ചിട്ട് അപ്പൊസ്തലന്മാരാൽ യെരൂശലേമിൽ ആരംഭിക്കപ്പെട്ട യഥാർത്ഥ സത്യസഭയിൽ നടത്തി വന്നിരുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും ഭാഗവാക്കായി തീരുവാൻ ദൈവം അതിനെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ സഭയിൽ നടത്തി വന്നിരുന്ന
നടത്തേണ്ടി ഇരിക്കുന്ന യഥാർത്ഥമായ സത്യസ്നാനത്തിലൂടെ ഞങ്ങളുടെ പാപസംബന്ധമായ മനുഷ്യനെ യേശുക്രിസ്തുവിനോട് ക്രൂശിച്ചിട്ട് യേശുക്രിസ്തുവിനോട് മരിച്ചിട്ട് യേശുക്രിസ്തുവിനോട് ഹല്ലേലൂയ വെള്ളത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എന്ന പ്രക്രിയയിലൂടെ അടക്കപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി ജീവന്റെ പുതുക്കത്തിൽ ദൈവജനത്തിന്റെ വ്യവസ്ഥ പ്രകാരം കൂട്ടായ്മ ആചരിച്ച് നടക്കുകയാണെങ്കിൽ, അപ്പാ നിന്റെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ സ്വന്തമാണ്, അവ ഞങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും നിശ്ചയം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് കേൾക്കപ്പെട്ട വചനത്തെ അന്വേഷിച്ച് കണ്ടെത്തി അതിന്മേൽ വസിക്കുവാൻ, അതിൽ ജീവിക്കുവാൻ, അവകാശങ്ങൾ പ്രാപിക്കുവാൻ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാം കൂടെ ഇരിക്കട്ടെ. കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയും അപേക്ഷയും യാതിനെയും യേശുവ മസിഹയുടെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം.